അവർ നടന്ന് ആകാശിൻ്റെ റൂമിന് മുന്നിലെത്തി. ആകാശ് അവരെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചു. എന്നാൽ ധ്രുവനും ആദിയും സ്റ്റാലിനും പ്രത്യേകിച്ചൊരു ഭാവവും അവനെ നോക്കി കാണിച്ചില്ല. ആകാശ് റൂമിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിക്കൊണ്ട് പുറത്തുനിന്ന് അവരെ അകത്തേക്ക് ക്ഷണിച്ചു. ഇരിക്കാൻ സോഫ ചൂണ്ടിക്കാണിച്ചതും 3 പേരും ആ സോഫയിലിരുന്നു. ആകാശ് അവരുടെ ഓപ്പോസിറ്റായി ചെന്നിരുന്നു. ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങളോടൊരു കമ്പനിയിൽ നിൽക്കാൻ വേണ്ടിയല്ല, നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് പറയുന്നത് എന്ന് പറഞ്ഞ് ആകാശ് മൊബൈൽ ഓണാക്കിയിട്ട് അതിൽ നിന്നും വേദയുടെ ഫോട്ടോ എടുത്ത് അവർ 3 പേർക്കും കാണിച്ചു. ആദിയും ധ്രുവനും സ്റ്റാലിനും ആ ഫോട്ടോയിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ആകാശിനെ നോക്കി. ഇത് എൻ്റെ വൈഫാണ് വേദലക്ഷ്മി. കല്യാണം നടന്നത് എൻ്റെ ഇഷ്ടപ്രകാരമല്ലെങ്കിലും എനിക്കിപ്പോൾ വേദയെ ഇഷ്ടമാണ്. നിങ്ങളോടുള്ള എൻ്റെ ദേഷ്യം എന്താണ് എന്ന് എനിക്ക് നിങ്ങളോട് തുറന്നു പറയണം. അതിന് പരിഹാരം നിങ്ങൾ, അതായത് ധ്രുവനും ആദിയും സ്റ്റാലിനും കണ്ടുപിടിക്കും, ആകാശ് പറഞ്ഞു. അവൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് കേട്ട് ധ്രുവനും ആദിയും സ്റ്റാലിനും ഞെട്ടിയിരിക്കുകയാണ്. നിനക്കെന്തിനാ ഞങ്ങളോട് ദേഷ്യം? ആദി ചോദിച്ചു. നന്ദിനി, എൻ്റെ നന്ദു. ഒരു കാലത്ത് ഞാൻ മനസ്സിൽ കൊണ്ടു നടന്നവളെ എൻ്റെ അച്ഛൻ്റെ ആളുകൾ തന്നെ കൊന്നുകളഞ്ഞു. ആരെ എതിർത്താലും അവളെ വിവാഹം കഴിക്കുമെന്ന എൻ്റെ തീരുമാനത്തിൽ ഭയന്ന എൻ്റെ അച്ഛൻ ചെയ്തതാണ് ആ ക്രൂരത. നീ വിചാരിക്കുന്ന പോലെ ഞാനല്ല നന്ദിനിയെ വിഷം കുത്തിവെച്ച് കൊന്നത്. എൻ്റെ അച്ഛൻ്റെ ആളുകളാണ്. എന്നെ ഡ്രഗ് ചെയ്ത് കിടത്തി എൻ്റെ മുന്നിൽ കിടന്നാണ് നന്ദു മരിച്ചത്. അതോടെ എൻ്റെ അച്ഛനോടുള്ള ദേഷ്യം അത് കൂടി എനിക്ക്. പക്ഷേ അവളുടെ കേസ് അന്വേഷിച്ച നിങ്ങളും അതിൽ കൂടുതൽ അന്വേഷിക്കാൻ നിന്നില്ല. അതുകൊണ്ടാണ് ആ ക്രൂരത ചെയ്തവർ പിടിക്കപ്പെടാഞ്ഞത്. എല്ലാത്തിനെയും ഞാൻ കൊന്നുകളഞ്ഞു. ഒരാളെ മാത്രമേ സ്റ്റാലിൻ നീ കൊന്നത്. ബാക്കി എല്ലാവരെയും ഞാനാ കൊന്നുകളഞ്ഞത്, ആകാശ് പറഞ്ഞു. ധ്രുവനും സ്റ്റാലിനും ആദ്യമാകെ കിളി പോയിരുന്നു. ആരൊക്കെ തെറ്റുകാർ എന്ന് വിചാരിച്ചോ അവരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഒരു ന്യായം കാണാം. ആകാശ്, നിന്നോട് ഇവിടെ വരുന്നത് വരെ ദേഷ്യമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഞങ്ങളുടെ മേലെ നിനക്കുണ്ടായിരുന്ന ദേഷ്യം ഓക്കെ. പക്ഷേ ഒരേ ഒരു കാര്യത്തിന് മാത്രം നീ എന്ന് ഉത്തരം പറയണം, ധ്രുവൻ പറഞ്ഞു. ഉത്തരം എൻ്റെ കയ്യിലുള്ളതാണെങ്കിൽ ഞാൻ ശരിയായ ഉത്തരം പറയാം, ആകാശ് പറഞ്ഞു. ധ്രുവൻ ഫോൺ എടുത്ത് ദേവുവിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് ആകാശിന് നേരെ നീട്ടി. ഇത് എൻ്റെ ഭാര്യ ദേവാഞ്ജലി. ഇവൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആശുപത്രിയിലായിരുന്നു. വിഷം കുത്തിവെച്ചതായിരുന്നു കാരണം. നന്ദുവിൻ്റെ ശരീരത്തിൽ നിന്നും കണ്ടെത്തിയ അതേ വിഷം അന്ന് ആകാശിൻ്റെ അച്ഛൻ്റെ ആളുകളെ ആകാശ് കൊന്നു. അതുപോലെ ആകാശിൻ്റെ അച്ഛനെ സ്റ്റാലിൻ കൊന്നുവെങ്കിൽ പിന്നെ അത് ചെയ്തത് ആരാണ്? ധ്രുവ് ചോദിച്ചു. ഇനിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള അടുത്ത കാര്യം തുടങ്ങുന്നത്. ഈ ചോദ്യം എന്തേ ഇതുവരെ ചോദിച്ചില്ല എന്ന് കരുതിയാ ഞാൻ ഇരിക്കുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യം എൻ്റെ അച്ഛൻ ആനന്ദൻ പറഞ്ഞു തന്നതാണ്. നിങ്ങളെ ഇത് എത്രത്തോളം ബാധിക്കുമെന്ന് എനിക്കറിയില്ല, എങ്കിലും പറയുവാണ്. ശിവധ്രുവിൻ്റെ അച്ഛൻ മാധവൻ, ആദിയുടെ അച്ഛൻ ബലരാമൻ, സ്റ്റാലിൻ്റെ അച്ഛൻ സേവ്യർ, ഇവരെല്ലാം ഒരു കാലത്തെ ബിസിനസ് സുഹൃത്തുക്കളാണ്. ആകാശ് പറഞ്ഞു നിർത്തിക്കൊണ്ട് അവർ 3 പേരെയും നോക്കി പുഞ്ചിരിച്ചു. എന്നാൽ ഒരു ഞെട്ടലോടെയാണ് അവർ 3 പേരും ആ ഒരു രഹസ്യം അറിഞ്ഞത്. എന്നാൽ ഇവരുടെ ബിസിനസ് ശത്രുവായിരുന്ന ഒരാളുണ്ട്, രാജശേഖരൻ. ഒരിക്കൽ ഒരു പെൺകുട്ടിയെ ക്രൂരമായി അയാൾ പിച്ചി ചീന്തി. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും നീതിക്ക് വേണ്ടി ഒരുപാട് അലഞ്ഞു. അവസാനം നിങ്ങളുടെ അച്ഛന്മാരുടെ മുന്നിൽ ചെന്ന് പെട്ടു. അവർക്ക് വേണ്ടി വക്കീലിനെ വെച്ചു നീതി നടപ്പാക്കി ആ രാജശേഖരന് ശിക്ഷ വാങ്ങിക്കൊടുത്തത് അവരാണ്. രാജശേഖരൻ 14 കൊല്ലം കഠിന ശിക്ഷ അനുഭവിച്ചു. ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അച്ഛന്മാരോട് അവന് വലിയ പകയുണ്ടായിരുന്നു. ജീവിതം, ബിസിനസ് എല്ലാം തകർത്ത നിങ്ങളുടെ 3 പേരുടെ അച്ഛന്മാരോടും മരണത്തിലും കൂടിയ ഒരു ശിക്ഷ കൊടുക്കാൻ അയാൾ കാത്തിരുന്നു. ഒരുമിച്ച് വളർന്നതാണ് 3 പേരും. ഒരുമിച്ച് പഠിച്ചു, ഒരു ബിസിനസ് ചെയ്ത് വളർന്നു വന്നവർ. ഒരേ സമയം ഒരുപോലെ കല്യാണം കഴിച്ചു. ഒരുപോലെ ഭാര്യമാർ ഗർഭിണിയായി. മാസാവസാനം 3 പേരുടെയും ഭാര്യമാരുടെയും ഒരേ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. പ്രസവം കഴിഞ്ഞ് സെഡേഷനിലായിരുന്ന അവരുടെ ഭാര്യമാരുടെ അടുത്ത് കിടന്ന ആ 3 കുഞ്ഞുങ്ങളെയും അവർ കൊന്നു, ആകാശ് പറഞ്ഞു നിർത്തി. ധ്രുവും ആദിയും സ്റ്റാലിനും ഞെട്ടിപ്പോയി. അങ്ങനെയെങ്കിൽ ഞങ്ങൾ 3 പേരും ആരാണ്? ഒരാളുടെയും കണ്ണിൽ പെടാതെ അവൻ ചെയ്തു വെച്ച ആ ക്രൂവൽറ്റി, അത് മറ്റാരും അറിയാതെ, പ്രത്യേകിച്ച് അവരുടെ ഭാര്യമാരറിയാതെ ഇരിക്കാൻ വേണ്ടി ആ 3 ആളും ഒരുപോലെ ശ്രമിച്ചു. അങ്ങനെ പണം കൊണ്ട് വാങ്ങിയ, ഒരേ പ്രായത്തിൽ ഒരേ സമയത്ത് പ്രസവിച്ച 3 കുട്ടികളാണ് നിങ്ങൾ. പക്ഷേ നിർഭാഗ്യം കൊണ്ട് ആദിയുടെ അമ്മ മരിച്ചിരുന്നു. ശ്വാസം മുട്ടിയുള്ള മരണമായതോടെ ആദിയുടെ അച്ഛൻ നിന്നെ വെറുക്കാൻ അതൊരു കാരണമായി എടുത്തു. ധ്രുവ, നീ ശ്രദ്ധിച്ചിട്ടില്ലേ? അച്ഛനേക്കാൾ അടുപ്പം നിന്റെ അടുത്ത് കാണിച്ചിരുന്നത് അമ്മയല്ലേ? അമ്മ മരിച്ചപ്പോൾ ആ അടുപ്പം നിന്റെ അടുത്ത് നിന്നും കുറഞ്ഞില്ലേ? സ്റ്റാലിൻ, നിന്റെ അച്ഛൻ സേവ്യർ ഒരു പച്ച മനുഷ്യനാണ്. അദ്ദേഹം നിന്നെ സ്വന്തം മോനെ പോലെ നോക്കി വളർത്തി. അദ്ദേഹത്തിൻ്റെ സ്വത്ത് നിന്റെ പേരിൽ എഴുതി വെച്ചു. ധ്രുവൻ്റെ അമ്മയുടെ മരണത്തിനും സ്റ്റാലിൻ, നിന്റെ ആ അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തിനും കാരണം ആ രാജശേഖരനാണ്, ആകാശ് പറഞ്ഞു.
കേട്ടത് മുഴുവൻ സത്യമാണോ മിഥ്യയാണോ എന്നൊരു തരത്തിലും വിശ്വസിക്കാനാവാതെയായിരുന്നു അവർ 3 പേരും. ധ്രുവൻ്റെയും സ്റ്റാലിൻ്റെയും ഓർമ്മകളിൽ കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞുപോയി. അച്ഛനും അമ്മയും ആരായെന്നോ ഏതായെന്നോ ഒന്നും അറിയാത്ത 3 പേര്. ആരും ഈ രഹസ്യം അറിയാതെ ഇരിക്കാൻ എത്ര മാറ്റിവെച്ചുവെങ്കിലും കാലം അവരെ അടുപ്പിച്ചു. അതാണ് ഒരിക്കലും സത്യം ഒരു കാലത്തും ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. രാജശേഖരൻ, അയാളെ കണ്ടുപിടിക്കണം. ഒരിക്കലും അയാൾ വിചാരിക്കാത്ത 3 പേര് അയാളുടെ മരണമണി മുഴക്കിയിട്ടുണ്ട് എന്ന് അറിയിക്കണം. സ്റ്റാലിൻ ഒരു വാശിയോടെ പറയുമ്പോൾ അതേ പ്രതികാരമായിരുന്നു ആദിയുടെയും ധ്രുവൻ്റെയും മനസ്സിൽ. പിന്നെ ഈ രഹസ്യം നീ ഞങ്ങളോട് പറഞ്ഞു എന്നറിയാതെ അയാൾ ആദ്യം തേടി വരിക നിന്നെയായിരിക്കും. അതുകൊണ്ട് നിന്റെ അമ്മയെയും ഭാര്യയെയും കൂട്ടിയിട്ട് ഇപ്പോൾ തന്നെ ഞങ്ങളുടെ വീട്ടിൽ പോകാം. നിന്റെ ഗാർഡ്സും പിന്നെ സ്റ്റാലിൻ്റെ ഗാർഡ്സും കാവലായി ഉണ്ടാകും. അമ്മയും ഭാര്യമാരും അറിയാതെ നിൽക്കണം. രാജശേഖരൻ എന്ന അധ്യായം അവസാനിക്കുമ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് നമുക്ക് പോകണം. ധ്രുവ് ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. എനിക്കിതേ അഭിപ്രായം തന്നെയാണ്. ആദ്യം ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കും. സ്റ്റാലിൻ പറഞ്ഞു. നിങ്ങൾക്ക് എന്നോട് ദേഷ്യവും വിരോധവുമില്ലെങ്കിൽ എനിക്കും ഇതിന് സമ്മതമാണ്. ആകാശ് പറഞ്ഞു. അങ്ങനെയാണ് എങ്കിൽ നീ വാ, ഇപ്പോൾ തന്നെ നിന്റെ അമ്മയെയും ഭാര്യയെയും സേഫാക്കി നമ്മുടെ വീട്ടിലെത്തിക്കാം. ധ്രുവ് പറഞ്ഞു. അതോടെ അവർക്ക് നടുവിലുള്ള പ്രശ്നം തീരുന്നത്. അവർ 4 പേരും ആകാശിൻ്റെ വീട്ടിലേക്ക് പോവാനായി റെഡിയായി നിന്നു. ആകാശിൻ്റെ വീടിൻ്റെ ഗേറ്റ് കടന്ന് ധ്രുവൻ്റെയും ആകാശിൻ്റെയും കാറുകൾ ചീറിപ്പാഞ്ഞു വന്ന് നിന്നു. ആകാശ് കാറിൽ നിന്നും ഇറങ്ങി. ധ്രുവൻ്റെ കാറിൽ നിന്നും സ്റ്റാലിനും ആദിയും ധ്രുവനും ഇറങ്ങി. ഇതാണ് എൻ്റെ വീട്, വരൂ, ആകാശ് പറഞ്ഞു. ധ്രുവും ആദിയും സ്റ്റാലിനും ചിരിച്ചുകൊണ്ട് ആകാശിൻ്റെ ഒപ്പം അകത്തേക്ക് കടന്നു ചെന്നു. ഹാളിലെത്തിയ ആകാശ് അവിടെ നിന്ന് കൊണ്ട് ഒച്ച എടുത്തുകൊണ്ട് അമ്മയെയും വേദയെയും വിളിച്ചു. അമ്മയും വേദയും അവിടേക്ക് വന്നു നിന്നു. മുന്നിലായി നിൽക്കുന്ന 3 ആൺപിള്ളേരെ കണ്ട് 2 പേരും ഒരുപോലെ സംശയത്തോടെ നോക്കി. ഇത് ശിവധ്രുവ്, ഇത് ആദിദേവ്, ഇത് സ്റ്റാലിൻ ഡേവിഡ്, എൻ്റെ കൂട്ടുകാരാണ്, ആകാശ് പറഞ്ഞു. ധ്രുവനും ആദിയും സ്റ്റാലിനും അവരെ നോക്കി ഒരുപോലെ നമസ്കാരം പറഞ്ഞു. തിരിച്ച് വേദയും അമ്മയും അതുപോലെ തന്നെ പറഞ്ഞു. ഇത് എൻ്റെ അമ്മ അനിത. ആകാശ് അമ്മയെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് എൻ്റെ ഭാര്യ വേദലക്ഷ്മി. ആകാശ് വേദയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. വേദ ഒരു ഞെട്ടലോടെ ആകാശിനെ നോക്കി. ആകാശ് ഒരു പുഞ്ചിരിയോടെ അവളെയും നോക്കി. അമ്മയും വേദയും അവിടെ ഒറ്റയ്ക്കാണ് എന്ന് ഇവൻ പറഞ്ഞു. ഞങ്ങൾക്കിനി അങ്ങോട്ട് കുറച്ച് ജോലിയുണ്ട്. ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വരും, ധ്രുവ് പറഞ്ഞു. അതുകൊണ്ട് അമ്മയെയും വേദയെയും ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാ വന്നത്. അവിടെ എനിക്കും ഇവനും ഭാര്യമാരുണ്ട്. പിന്നെ ആദി കെട്ടാൻ പോകുന്ന കൊച്ചും, സ്റ്റാലിൻ പറഞ്ഞു. അമ്മയും വേദയും അവിടെ പോയി നിൽക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് സമാധാനമായിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ പറയാൻ വേണ്ട ആരുമില്ല അമ്മേ, അതാണ് പറഞ്ഞേ, ആദി പറഞ്ഞു. വേദയും അമ്മയും മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ചു. ശേഷം അനിത അവരെ നോക്കി പറഞ്ഞു. അമ്മയ്ക്ക് നിങ്ങളുടെ കൂടെ വരുന്നതിൽ വിരോധമൊന്നുമില്ല മക്കളെ. എൻ്റെ മകൻ വേദയെ ഇവിടെ വിട്ടിട്ട് വരാനാണ് പറഞ്ഞതെങ്കിൽ അമ്മ വരില്ലായിരുന്നു. ഇതിപ്പോൾ വേദയും കൂടെ ഉണ്ടല്ലോ, അനിത പറഞ്ഞു. വേദയെ ആകാശിന് ഇഷ്ടമാണല്ലോ. ഇനി ഇവിടുന്ന് വേദയുമായിട്ടുള്ള നല്ല ജീവിതം അവൻ സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുന്നു, സ്റ്റാലിൻ പറഞ്ഞു. വേദയിൽ ഒരു പുഞ്ചിരി വിടർന്നു. അവൻ നിറകണ്ണുകളോടെ ആകാശിനെ കെട്ടിപ്പിടിച്ചു. ആകാശ് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്നു. ആകാശ് അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ആ നിറഞ്ഞു വന്ന കണ്ണിനെ തുടച്ചു കൊടുത്തുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. പോയി റെഡിയായിട്ട് വാ, ആകാശ് പറഞ്ഞു. വേദ ഒരു പുഞ്ചിരിയോടെ റൂമിലേക്ക് പോയി. ആകാശിലൊരു സന്തോഷം തിരയടിച്ചു കൊണ്ടിരുന്നു. അമ്മേ, പോയി റെഡിയായിട്ട് വാ, ധ്രുവ് പറഞ്ഞു. അതോടെ അനിതയും ഒരു പുഞ്ചിരിയോടെ അവിടെ നിന്നും ഒരുങ്ങാൻ പോയി. എടാ, ഒരു കാര്യമുണ്ട്, ആദി ഒരു ടെൻഷനോടെയാണ് അത് പറഞ്ഞത്. അവൻ്റെ മുഖഭാവം കണ്ട് സ്റ്റാലിനും ധ്രുവനും ഒന്ന് ഞെട്ടി. ആകാശിൻ്റെ മുഖം ടെൻഷൻ നിറഞ്ഞു. എന്താടാ കാര്യം, സ്റ്റാലിൻ ചോദിച്ചു. എടാ, അവിടെ അമ്മയ്ക്കും വേദയ്ക്കും കിടക്കാനുള്ള കട്ടിലൊന്നുമില്ലല്ലോ, ആദി പറഞ്ഞു. ഓ, അതാണോ, ധ്രുവ് പറഞ്ഞു. അതൊരു പ്രശ്നമാണ്, സ്റ്റാലിൻ പറഞ്ഞു. അതിനിപ്പോൾ എന്താ, നമുക്ക് ഓർഡർ ചെയ്യുവാനുള്ളതല്ലേ ഉള്ളൂ, അതിലിപ്പോൾ പേടിക്കണ്ട, ആകാശ് പറഞ്ഞു. എന്നാൽ ഞാൻ ഓർഡർ ചെയ്യാം, നീ പോയി നിൻ്റെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യ്, സ്റ്റാലിൻ പറഞ്ഞു. ഓക്കെ, എൻ്റെ ക്രെഡിറ്റ് കാർഡ് വേണോ, ആകാശ് ചോദിച്ചു. വേണ്ട, എൻ്റെ കയ്യിലുണ്ട്, സ്റ്റാലിൻ പറഞ്ഞു. പിന്നെ ആകാശ്, നമുക്ക് ഈ ഫോർമാലിറ്റി ആവശ്യമില്ല. ഇവൻ്റെ അത്യാവശ്യം ക്യാഷ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇവനെ മുടിപ്പിക്കാം, ആദി പറഞ്ഞു. അതെ, അതാണ് അതിൻ്റെ ശരി, ധ്രുവ് പറഞ്ഞു. ഓക്കെ, ഞാൻ പോയി ഡ്രസ്സ് പാക്ക് ചെയ്യാം, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ആകാശ് പറഞ്ഞു. അതും പറഞ്ഞ് ആകാശ് ഡ്രസ്സ് പാക്ക് ചെയ്യാനായി അവിടെ നിന്നും പോയി. സ്റ്റാലിൻ കട്ടിലും മറ്റും ഫർണിച്ചറും ഓർഡർ ചെയ്യാനായി തുടങ്ങിയിരുന്നു. ആദി വിന്ദയെ വിളിച്ച് ഇങ്ങനെ കുറച്ച് പേര് വരുന്നു, അപ്പോൾ ഫുഡ് അധികം വേണമെന്ന് പറഞ്ഞു. ആകാശ് റൂമിലേക്ക് കയറുമ്പോൾ കുഞ്ഞു പുഞ്ചിരിയോടെ തുണികളെല്ലാം മടക്കിയെടുത്ത് വെക്കുകയായിരുന്നു വേദ. വേദ, ആകാശ് ഇത്തിരി ഗൗരവത്തിൽ വിളിച്ചു. വേദ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കി. അവിടെ നിന്ന് ആകാശിനെ കണ്ട് വേദ ഒന്ന് പുഞ്ചിരിച്ചു. എന്താണ് ചിരി, ആകാശ് ഗൗരവത്തിൽ ചോദിച്ചു. അതോടെ വേദയുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞുപോയി. അവൾ ആകാശിനെ നോക്കി.
എൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞതാ. അല്ലാതെ നമ്മൾ ഒരുമിച്ച് ജീവിക്കാം, അങ്ങനെയൊരു കാര്യമുണ്ടാവില്ല, ആകാശ് പറഞ്ഞു. വേദ ഒരു ഞെട്ടലോടെ അവനെ നോക്കി. ആകാശിന് വേദയുടെ മുഖം കണ്ട് ചിരി വരുന്നുണ്ടായിരുന്നു. ആ, അപ്പോൾ എന്നെ ഇഷ്ടല്ലേ? വേദ ചോദിച്ചു. ആണെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിന്റെ അടുത്ത്? ആകാശ് പറഞ്ഞു. വേദ ഒന്നും മിണ്ടിയില്ല. അവൾ തിരിഞ്ഞു നിന്നു. കണ്ണിൽ നിന്നും വെള്ളം പൊടിയാൻ തുടങ്ങി. അടുത്ത നിമിഷം വേദയെ ആകാശ് ചെന്ന് കെട്ടിപ്പിടിച്ചു. പിന്നിലൂടെ ആയതുകൊണ്ട് അവൾക്ക് അനങ്ങാനായി കഴിഞ്ഞില്ല. പൊട്ടിപ്പെണ്ണേ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഇനി എൻ്റെ ജീവിതത്തിൽ നീ ഉണ്ടാകും, എന്നും എൻ്റെ കൂടെ. ഞാൻ തരുന്ന പ്രണയവേദനയിൽ മാത്രമേ നിൻ്റെ ഈ കണ്ണുകൾ നിറയാൻ പാടുള്ളൂ, ആകാശ് പറഞ്ഞു. വേദ ഒന്ന് പുഞ്ചിരിച്ചു. നഷ്ടപ്പെട്ട എല്ലാം തിരിച്ചു കിട്ടിയ പോലെ തോന്നി അവൾക്ക്. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ എല്ലാം വിട്ട് നമുക്ക് ആരും അറിയാത്ത ഒരു സ്ഥലത്ത് താമസിക്കാം. നിനക്ക് ഞാനും എനിക്ക് നീയും. നമുക്ക് ദേ ആ പുറത്ത് നിൽക്കുന്നവന്മാരും ഭാര്യമാരും, അവർക്കെല്ലാം നമ്മുടെ അമ്മയും, ആകാശ് പറഞ്ഞു. വേദ മൂളി. എന്നാ എൻ്റെ ഡ്രസ് കൂടെ പാക്ക് ചെയ്തു, നമുക്ക് ഇവിടെ നിന്നും പോകാം, ആകാശ് പറഞ്ഞു. വേദ ആകാശിനെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ നെറ്റിയിലായി ഒരു അമർത്തി ചുംബനം കൊടുത്തു. വേദയും അമ്മയും ആകാശും പാക്ക് ചെയ്ത് വന്നതും അവർ പോവാനായി തുടങ്ങി. വീടിൻ്റെ വാതിലടച്ച് പൂട്ടി ആകാശിൻ്റെ വണ്ടിയിലായി അമ്മയും വേദയും കയറി ബാഗ് വെച്ചു. ധ്രുവനും ആദിയും വണ്ടിയിൽ കയറി. സ്റ്റാലിൻ വണ്ടിയൊന്ന് സ്റ്റാർട്ട് ചെയ്ത് എടുത്തു മുന്നിൽ പോയി. ആകാശ് ആ വണ്ടിയെ ഫോളോ ചെയ്തുകൊണ്ട് പിന്നിലും. 1 മണിക്കൂറിനുള്ളിൽ അവർ അവരുടെ വീടിൻ്റെ ഗേറ്റ് കടന്നുകൊണ്ട് വന്നു നിന്നു. ആദ്യം വണ്ടിയിൽ നിന്നും സ്റ്റാലിനും ധ്രുവനും ആദിയും ഇറങ്ങി. ശേഷം ആകാശ് ഇറങ്ങി. അമ്മയ്ക്ക് ഡോർ തുറന്നു കൊടുത്തു. അനിതയും വേദയും കൂടെ വണ്ടിയിൽ നിന്നും ഇറങ്ങി. ആ വീടിനെ മുഴുവനായി ഒന്ന് നോക്കി. വണ്ടിയുടെ ശബ്ദം കേട്ടുകൊണ്ട് വീട്ടിലുണ്ടായിരുന്ന വിന്ദയും ദേവും മീനുവും പുറത്തേക്ക് വന്നു. വേദയെയും ആകാശിനെയും അനിതയെയും നോക്കി ചിരിച്ചു അവർ തിരിച്ചു. ഇത് എൻ്റെ ഭാര്യയാണ് ദേവാഞ്ജലി, ധ്രുവ് പറഞ്ഞു. അഞ്ജു, ഇത് ആകാശ്, ഞങ്ങളുടെ കൂട്ടുകാരനാണ്. ഇനി ഇവൻ ഉണ്ടാകും നമ്മുടെ കൂടെ. ഇത് ആകാശിൻ്റെ ഭാര്യ വേദലക്ഷ്മി, അതമ്മ അനിത, ധ്രുവ് പറഞ്ഞു. ദേവു വേദയെയും അമ്മയെയും ആകാശിനെയും കണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് കൈകൂപ്പി. ഇത് എൻ്റെ ഭാര്യ മീനാക്ഷി, സ്റ്റാലിൻ പറഞ്ഞു. ധ്രുവേട്ടനും ആദിയേട്ടനും എൻ്റെ ഏട്ടന്മാരാണ്. അതുപോലെ ദേവും ധ്രുവേട്ടൻ്റെ മുറപ്പെണ്ണാണ്, മീനു പറഞ്ഞു. ആഹാ, അനിത ചിരിച്ചു. ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ്. വീട്ടിൽ കുറച്ച് സീനായോണ്ട് ഇവിടെ കൊണ്ടുവന്നതാണ്. പേര് മിത്രവിന്ദ, ആദി പറഞ്ഞു. നല്ല പേരാ, അനിത പറഞ്ഞു. നിങ്ങൾ അകത്തേക്ക് വായു, വല്ലതും കുടിക്കാൻ ഇട്ട് തരാം. വാ, ദേവു വിളിച്ചു. വായു, ധ്രുവനും വിളിച്ചു. അങ്ങനെ ആദിയും ധ്രുവനും സ്റ്റാലിനും ആകാശും വേദയും അനിതയും ബാഗും എടുത്ത് അകത്ത് കയറി. ബാഗെല്ലാം വിന്ദ വാങ്ങി സോഫയിൽ വെച്ചു. എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഒരുമിച്ച് കൂടിയിരുന്നു. മീനും ദേവും കൂടെ കുടിക്കാനുള്ള ചായ ഇട്ടുകൊണ്ട് ആ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. വേദ പഠിക്കുന്നുണ്ടോ? മീനു ചോദിച്ചു. ഏയ് ഇല്ല, പഠിപ്പ് നിർത്തി, വേദ പറഞ്ഞു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മോളെ ഞാൻ വിവാഹം എന്ന് പറഞ്ഞു ചെന്നത്. അതോടെ പഠിപ്പ് അവിടെ വെച്ച് നിന്നു, അനിത പറഞ്ഞു. ഇനിയും പഠിക്കാലോ, ആകാശ് പറഞ്ഞു. ഏയ്, ഇനി എനിക്ക് പഠിപ്പൊന്നും വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം, വേദ പറഞ്ഞു. ഇപ്പോൾ എത്ര വയസ്സായി വേദയ്ക്ക്? ദേവ് ചോദിച്ചു. 18 കഴിഞ്ഞു, 19 ആവാറായി, വേദ പറഞ്ഞു. ആഹാ, വിന്ദ പറഞ്ഞു. റൂമൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്, പക്ഷെ അവിടേക്ക് കട്ടിലില്ല, അതാണൊരു പ്രശ്നം, ദേവ് പറഞ്ഞു. കട്ടിലെല്ലാം ഇപ്പോൾ വരും, നിങ്ങൾ ഒന്നുകൊണ്ടും ഒരു ടെൻഷനും വേണ്ട, സ്റ്റാലിൻ പറഞ്ഞു. അവൻ പറഞ്ഞു തീർന്നതും വീടിൻ്റെ പുറത്ത് 2-3 ലോറികൾ വന്ന് നിന്ന ശബ്ദം കേട്ടു. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ ആ വണ്ടിയിൽ ഓർഡർ ചെയ്ത കട്ടിലായിരുന്നു. ആദിയും സ്റ്റാലിനും ധ്രുവനും കൂടെ കട്ടിലുകൾ എല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ചു റൂമിൽ കൊണ്ടുപോയി ഇട്ടു. അതിലേക്ക് വേണ്ട ബെഡും ബെഡ്ഷീറ്റും തലയണയും ദേവും വിന്ദുവും മീനും കൂടെ റെഡിയാക്കി ഇട്ടു. അനിതയുടെ ബാഗ് വേദ അനിതയ്ക്ക് കൊടുത്ത് റൂമിൽ കൊണ്ടുവച്ച് ഒതുക്കി കൊടുത്തു. വേദയുടെയും ആകാശിൻ്റെയും റൂം അവർ രണ്ടാൾ കൂടെ ഒരുമിച്ച് റെഡിയാക്കി വെച്ചു. വേദ ആകാശിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആകാശിൻ്റെ ചുണ്ടിലും ആ പുഞ്ചിരി വിടർന്നു. അപ്പോഴേക്കും അവിടേക്ക് ദേവും വീനുവും വിന്ദുവും ധ്രുവനും ആദിയും സ്റ്റാലിനും അനിതയും വന്നിരുന്നു. ഇനി നിങ്ങൾ വാ, നമുക്ക് കഴിക്കാം, ദേവു പറഞ്ഞു. അതെ, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം തീരുമാനിക്കാം, ധ്രുവു പറഞ്ഞു. ശരി മക്കളെ, അനിത പറഞ്ഞു. അങ്ങനെ എല്ലാവരും കഴിക്കാനിരുന്നു. ധ്രുവൻ്റെ അടുത്ത് ദേവുവും ആദിയുടെ അടുത്ത് വിന്ദയും സ്റ്റാലിൻ്റെ അടുത്ത് മീനുവും ആകാശിൻ്റെ അടുത്ത് വേദയും അതിൻ്റെ അറ്റത്തായി അനിതയും ഇരുന്നു. എല്ലാവർക്കും ദേവുവും മീനുവും ഫുഡ് വിളമ്പിക്കൊടുത്തു. എല്ലാവരും കഴിച്ചു തുടങ്ങി. അടുത്ത നമ്മുടെ പരിപാടി കുഞ്ഞാറ്റയുടെയും ആദിയുടെയും കല്യാണം നടത്തുക എന്നുള്ളതാണ്, ധ്രുവു പറഞ്ഞു. ഞാനത് പറയാൻ വന്നതാ, എനിക്ക് ഇത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം, ആദ്യം പറഞ്ഞു. നീ ആ പാത്രത്തിലുള്ളത് ആദ്യം കഴിക്ക്, എന്നിട്ട് നീ കല്യാണം കഴിക്ക്, സ്റ്റാലിൻ പറഞ്ഞു. അതെന്താ നിങ്ങളുടെ 2 പേരുടെയും കല്യാണം ഇത്ര ലേറ്റ് ആയത്? വേദ ചോദിച്ചു. അതെന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ആ ദിവസം ഇവൻ കുഞ്ഞാറ്റയെ വിളിച്ചുകൊണ്ട് വന്നു, അതാണ് ഉണ്ടായത്, ധ്രുവ് പറഞ്ഞു.
പിന്നെ ഈ മണ്ഡപം സെറ്റാക്കൽ, ഡ്രസ്സ് എടുക്കൽ, അങ്ങനെ സമയം വേണം. അതാ ഈ ആഴ്ച പോട്ടെയെന്ന് വെച്ചത്. ദേവു പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും പ്രേമിച്ച് കെട്ടിയതാണോ? വേദ ചോദിച്ചു. അതേലോ, ഞാനും മീനുവും ദേവും ധ്രുവനും പ്രേമിച്ച് കെട്ടിയതാ. ആദിയും കുഞ്ഞാറ്റയും പ്രേമിച്ച് കെട്ടാൻ പോകുന്നേ, സ്റ്റാലിൻ പറഞ്ഞു. ആണോ? വേദ പറഞ്ഞു. അപ്പോൾ അടുത്ത ആഴ്ച ആദിയുടെയും കുഞ്ഞാറ്റയുടെയും കല്യാണമാണ്, ധ്രുവ് പറഞ്ഞു.